നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും ദിവീസ് ഡിവൈൻ വേൾഡിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വിഷയം ഗുരുവായൂരപ്പൻ്റെ ആടിയ എണ്ണയെക്കുറിച്ചാണ്. ഗുരുവായൂരപ്പൻ്റെ ആടിയ എണ്ണ എന്താണെന്ന് എല്ലാവർക്കും അറിയാമോ? നിർമാല്യ ദർശനത്തിന് ശേഷം കണ്ണനെ തേച്ചുകുളി നിർബന്ധമാണ്. അതിന് കണ്ണൻ ഉപയോഗിക്കുന്നത് നല്ല ചക്കിലാട്ടിയ നല്ലെണ്ണയാണ്. ഇത് കണ്ണനെ കുളിപ്പിച്ച ശേഷം ശാന്തി ആവശ്യമുള്ള ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യുന്നു. ഇതാണ് കണ്ണൻ്റെ ആടിയ എണ്ണ. ഇത് ശരീരവേദനയ്ക്കും വാതരോഗത്തിനും ഉത്തമ ഔഷധമാണ്. കൂടാതെ മാറാരോഗങ്ങൾ പോലും വിശ്വാസവും ഭക്തിപൂർവ്വം സേവിക്കുന്നവർക്ക് മാറിയ ചരിത്രങ്ങളുമുണ്ട്. ഇത് എങ്ങനെയാണ് ലഭിക്കുക എന്നാൽ കിഴക്കേനടയിലുള്ള ഭഗവതി കോവിലിനടുത്തുള്ള കൗണ്ടറിൽ നിന്ന് രസീതാക്കാവുന്നതാണ്. 250 ml 160 രൂപയാണ് വില. ഡബ്ബ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. അല്ലെങ്കിൽ ഡബ്ബയ്ക്ക് 20 രൂപ കൊടുത്താൽ ഡബ്ബയും കിട്ടുന്നതാണ്. 500 ml 1 ലിറ്ററായിട്ടും കൗണ്ടറിൽ നിന്നും ലഭ്യമാണ്. ചീട്ടാക്കിയ ശേഷം പടിഞ്ഞാറേ നടയിലുള്ള കൗണ്ടറിൽ നിന്നാണ് ആടിയ എണ്ണ ലഭിക്കുന്നത്. ആടിയ എണ്ണ ഇതാണ് കേട്ടോ. ഇത് ശരീരവേദന വരുന്ന ഭാഗങ്ങളിലും ഉളുക്ക്, ചതവ് തുടങ്ങിയ ഭാഗങ്ങളിലും പുരട്ടിയാൽ നല്ല ആശ്വാസമുണ്ടാകും. കൂടാതെ എല്ലാ ദിവസവും ഓരോ തുള്ളി വീതം സേവിക്കാവുന്നതുമാണ്. ഒരു സിദ്ധ ഔഷധമാണ് ഗുരുവായൂരപ്പൻ്റെ ആടിയ എണ്ണ. അമ്മമാർക്കെല്ലാം മുട്ടുവേദന, ശരീരം വേദന, അങ്ങനെ പലവിധ വേദനകൾ ഉണ്ടാവാറുണ്ട്. അതിനെല്ലാം വിശ്വാസവും ഭക്തിയും പൂർവ്വം ഈ എണ്ണ സേവിക്കുകയും പുരട്ടുകയും ചെയ്താൽ പൂർണ്ണമായ ഫലപ്രാപ്തി ഉണ്ടാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് തൻ്റെ വാതരോഗം മാറാതെ ഭയങ്കര വിഷമത്തിൽ ഗുരുവായൂർ അമ്പലനടയിൽ കണ്ണനെ കാണാൻ പ്രാർത്ഥിക്കാൻ ചെന്നു. അവിടെ ഇരുന്ന് നാരായണീയം എഴുതാൻ ആരംഭിച്ചു. പക്ഷെ എഴുതി തുടങ്ങി 3-ാം ദശകമായപ്പോഴേക്കും വേദന കലശലായി. അപ്പോൾ അദ്ദേഹം ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചു. അവിടെ നിൽക്കുന്ന ഭക്തരെ എല്ലാം കണ്ടപ്പോൾ മേൽപ്പത്തൂർ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചു, കണ്ണ, ഈ ഭക്തരെ പോലെ എന്നെയും അവിടുത്തെ നല്ലൊരു ഭക്തനാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേട്ടതുപോലെ തന്നെ ശാന്തി നടയിൽ നിന്നും ആടിയ എണ്ണയും കളഭവും തുളസിയും മറ്റുമായി ഇറങ്ങി വന്ന് മേൽപ്പത്തൂരിന് നേരെ നീട്ടി. മേൽപ്പത്തൂർ ഇത് വാങ്ങി സേവിക്കുകയും വേദനയുള്ള ഭാഗങ്ങളിൽ പുരട്ടുകയും ചെയ്തു. അതോടെ അദ്ദേഹത്തിന് വേദനയ്ക്ക് ശമനം കിട്ടുകയും വീണ്ടും നാരായണീയം രചന ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ 100 ദശകങ്ങളിലാക്കി നാരായണീയം എഴുതി അദ്ദേഹം ഗുരുവായൂരപ്പന് മുന്നിൽ സമർപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അദ്ദേഹം വാതരോഗത്തിൻ്റെ അസുഖത്തിൽ നിന്നും മാറുകയാണ് ഉണ്ടായത്. അങ്ങനെയുള്ള ഒരു അനുഭവ കഥ കൂടി ഈ ആടിയ എണ്ണ സംബന്ധിച്ചുണ്ട്. അപ്പോൾ ഇനി ഗുരുവായൂർ പോകുമ്പോൾ എല്ലാ ഭക്തജനങ്ങളും ആടിയ എണ്ണ വാങ്ങുമല്ലോ അല്ലേ? എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി, നമസ്കാരം. ഗുരുവായൂരോമന കണ്ണനാമുണ്ണിക്ക് ചില നേരമുണ്ടൊരു കള്ളനാട്യം. നീ വന്നതും നടയിൽ നിന്നു കരഞ്ഞതും ഞാനറിഞ്ഞില്ലല്ലോ എന്ന ഭാവം. എന്നാലും ഞാനറിയുന്നു കണ്ണനെന്നെയാണിഷ്ടം. ഗുരുവായൂരോമന കണ്ണനാമുണ്ണിക്ക് ചില നേരമുണ്ടൊരു കള്ളനാട്യം. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ശരണം ശരണം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.